ഗൈസ് ദേ നൊമാഡിയൻ മുണ്ട കൊടുത്തു വരുന്നുണ്ട്. അപ്പുറത്തും ലവളും ഉണ്ട്. രേഷ്മ ഇത് ജെട്ടിയെ കാണിച്ചു തരണ ദൈവമേ. അല്ല ഇതെന്തിനു മുണ്ടനെ നൊമാഡിന്റെ ജിമ്മിക്ക് കമ്മൽ ആരൊക്കെയാ ഇത്? ഗസ്റ്റ് അപ്പിയറൻസ് ബൈ ഇത് ഒരു കിലോയാ. വെൽക്കം. ചോക്ലേറ്റ് ഇപ്പൊ കൊടുത്തേക്കാ. ചോക്ലേറ്റ് അവനോട് അന്ന് കുറെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം തിന്നീർന്നില്ലേ? എക്സ്ട്രാ. വെൽക്കം ടു അൽഷിസാം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അപ്പൊ ഇന്ന് ഇത് ചേച്ചി എന്തിനാണ് ഓക്കെ, നമ്മൾ ഇന്ന് ഒരു പായസത്തിന്റെ ഷൂട്ടിനാണ്. അതിനാണ് തന്റെ അവനൊക്കെ മങ്കിയായിട്ടും മങ്കിണിയായിട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ പായസം കുടി. 17 ടൈപ്പ് പായസം. അതില് 17 അവള് കുടിക്കും, ബാക്കി ഒരെണ്ണം ഞാൻ കുടിക്കും. ഇതോ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കോ തൊട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പൊ പോകുന്നത് ചായ കുടിച്ചിട്ട് ഒരു ഷുഗർ ചായ കുടിച്ചിട്ട് നേരെ പായസം കുടിക്കാൻ പോവാം ഗൈസ്. നമ്മുടെ സിനാനുണ്ട് ബാക്കില്, കാണാൻ പറ്റുന്നുണ്ടോ സിനാനെ? അപ്പൊ ലെറ്റ്സ് ഗോ. ചായ കുടിക്കാൻ കറിച്ചട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മുണ്ടനായ നൊമാഡിയൻ ഇവിടെ ഉണ്ട്. ഞാൻ പോലെ മൊത്തം മറ്റേ ബാങ്കോക്കിൽ പോയി വേറെന്തൊരു ആയവൻ. വരി ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ചായ. ഈ ഫോൺ എങ്ങനെയുണ്ട്? ഫോൺ കൊള്ളാം, നല്ല വെയിറ്റ് കുറവ്. ഫോൺ എങ്ങോട്ടോ വെച്ചാലേ ഞാൻ റിവ്യൂ ചെയ്തേ. ഞാൻ വലിയ വില കൊടുത്ത് വാങ്ങിച്ചത്. ഇതിന് വലിയ വിലയോ? എടാ ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. $1000 സ്ലീക്കി മതി. അങ്ങനെ നൊമാഡിയൻ വന്നിരിക്കുന്ന ഗൈസ്. ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു തായ്ലാൻഡ് വിശേഷങ്ങൾ? തായ്ലാൻഡ് ഈസ് വെരി ഗ്രീനറി ആൻഡ് വെരി കാം ബ്യൂട്ടിഫുൾ പ്ലേസ്. ഗ്രീനറിയാ? അത് സെക്കൻഡ് ഹാഫ് അല്ലേ, ഫസ്റ്റ് ഹാഫ് പറഞ്ഞാൽ. എനിക്ക് അവിടുത്തെ ഓർമ്മകളിൽ പകുതി ഓർമ്മയില്ല, അടിച്ചു പോയി. അല്ലാത്തപ്പോ ഞാൻ കൂടെ ഇപ്പൊ ചായ കുടിക്കാൻ എനിക്ക് പോയി. നീ ചായ ഇത് മുരുകണ്ണൻ ഇവിടെ. മുരുകണ്ണൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചായക്കാരൻ. ഇവിടുത്തെ ഇവിടെ ചായക്കാരൻ ഗ്യാരണ്ടി ചായ. യുഎഇലെ ദ ബെസ്റ്റ് ചായ അടിക്കുന്ന മുരുകണ്ണാണ് കറിച്ചട്ടിയില് ചായ അടിക്കുന്നത്. അത് സുബിനോളജി പറഞ്ഞത്, എനിക്കറിയില്ല കേട്ടോ. ഒരു കാലത്ത് എല്ലാവരും കിസേസിൽ ഓടിച്ചെന്ന് പോകും ഈ കറിച്ചട്ടിയിൽ. എന്നിട്ട് നോക്കും, ചോദിക്കും മുരുകണ്ണനാണോ അടിക്കുന്നത്, മുരുകണ്ണൻ അവിടെ ഉണ്ടോ. അങ്ങനെയാണ് ആൾക്കാർ ചായ ഓർഡർ ചെയ്യുന്നത്. കുറച്ച് കടുപ്പം കൂട്ടിയാണ് അടിച്ചത്. ഞാൻ കടുപ്പം കൂടുതൽ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞല്ലേ, ഇങ്ങനെ പേരിട്ട് ബ്ലോക്ക് ചെയ്യാം. അല്ല അത് കുറക്കാൻ പറഞ്ഞാൽ മതി. ഞാൻ പാല് കുറക്കാൻ പറഞ്ഞു, സ്ട്രോങ് കൂട്ടിക്കുന്നു. സോ ഗൈസ്, എല്ലാവരും യുഎയിലെ ബെസ്റ്റ് ചായ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ യുഎയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് സുബിനോളജി പരിചയപ്പെടുത്തിയാണ് മുരുകണ്ണൻ. അതായത് യുഎയിലെ ബെസ്റ്റ് ചായ അടിക്കാരൻ ആരാന്നറിയോ? മുരുകണ്ണൻ നമ്മുടെ മുവേലയിലെ കറിച്ചട്ടിയിലുണ്ട്. പരിചയപ്പെടാൻ നമുക്ക് സുബിനോളജി ഇഷ്ടപ്രകാരം കടുപ്പം കൂട്ടി ചായ. എനിക്ക് കടുപ്പം കൂട്ടി ചായ ഇഷ്ടമല്ല, ഞാൻ ചായ ലവറല്ല. പക്ഷെ ഇനി വരാൻ പോകുന്നത് മുരുകണ്ണന്റെ റിയൽ ചായ. പരിചയപ്പെടാൻ നമുക്ക്. മുരുകണ്ണൻ മീശ ഒരിച്ച ചായ പൊളിയാന്നാ പറയുന്നത്. സുബിനോളജി പറഞ്ഞത് ചായ എടുക്കുന്നതാണ്. ഞാൻ എപ്പോഴും അറിയുന്ന മുരുകൻ ഫേമസ് ആണെന്നുള്ള കാര്യം. മുരുകണ്ണന്റെ ചായ ഇതാണ് നിങ്ങൾക്കൊരു മുരുകന്റെ ചായ പറഞ്ഞത്. തിരിച്ച് കിസേസിലേക്ക് അയക്കും പുള്ളിയെ. അയ്യോ എന്തിന്? അവിടെ പുള്ളിക്ക് വിലയാണ്. ഇവിടെ എന്താ വിലയില്ലേ? കാണുന്നില്ലേ? ഇന്നോട്ട് വില കൂട്ടും നമ്മള്. ഇനി മുവേലേക്ക് സ്വന്തം, ഇനി വിടത്തില്ല നമ്മൾ, ഇനി വിടില്ല. ഓജി ചായ ഇതിന് മുന്നേ ഇത് ചായ അല്ല, അടിച്ച ചായ, വതച്ച ചായ. ഇതാണ് ചായ. ഇത് ചായ, ഇത് ചായ, ഇത് ചായ, ഇത് ചായ. ഇത് പൊളിച്ച്. നമ്മൾ ചന്ദ്രേട്ടന്റെ ചായയാണ്. കുമാരേട്ടന്റെ ചായ. ചന്ദ്രേട്ടൻ അല്ല, അതിന് മുന്നൊരു ചായ മുരുകേട്ടന്റെ ചായ വരുന്നേ ഉള്ളൂ. അത് കുടിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ഇത് ആരാണ് ചായ? ഇത് ചന്ദ്രേട്ടന്റെ ചായ. ഇത് ചന്ദ്രേട്ടൻ. ഇത് ചന്ദ്രേട്ടൻ. എന്തായാലും ഏത് ചേട്ടന്റെ ആണെങ്കിലും നല്ല ചായ. തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. എടാ ഇത് മറ്റേ കരാമ സെന്റർ. ഇതിട്ടോണ്ട് നാട്ടിൽ പോയില്ല. ഇത്
അത് പാക്കരം ഫിലിം അതെനിക്കറിയാം. ഇത് ഒറിജിനലി എടാ റിയൽ സാധനം ബാക്ക് കാണിക്കട്ടെ. ആ മോനെ അങ്ങനെയാണ് ഇത് സി മാസ്റ്ററുടെ ഡയൽ കണ്ട അറിയാടാ. ഇത് കണ്ടുപിടിക്കാൻ ഡയൽ നോക്കടാ. ഡയല് ടെക്സ്റ്റ് ബാക്ക് നോക്ക് നീ. ശോകം റോട്ടറും പോരാ. നോക്ക് റോട്ടർ പോരാ. ഇപ്പൊ വിറ്റാ പോലെ എനിക്ക് സാധനം പക്ഷെ കൊള്ളാം. പക്ഷെ കിടുന്ന സാധനമല്ലോ. കണ്ട അതിന്റെ വില കണ്ട നീ കണ്ട അത് കണ്ട ഇതൊക്കെ ഡിഫറൻസ് നോക്ക്. കാസിയോ ഒമേഗ അതിന്റെ ഒരു ചെറിയ കൈയുടെ ഭയങ്കര ചെറിയ ചെറിയ കൈയുടെ ചെറിയ കയ്യാ. ഇത് നോക്കണേ കുഞ്ഞു കൈയുടെ കേറി മറ്റേ പായസം പോയി കുടിക്കാം. പായസം കുടിക്കാൻ കിടിലുമായിരിക്കും. നന്നായിരിക്കും. ഇവിടെ സേമിയ പായസം ഉണ്ടോ? എല്ലാ പായസം ഉണ്ട് ബ്രോ. സേമിയ പായസം ഉണ്ടോ? എല്ലാ പായസം കിട്ടും. സത്യം പറ. അങ്ങനെ നമ്മൾ സേമിയ പായസം കുടിക്കാനായിട്ട് പോവുകയാണ്. ഇതെന്താ പൊന്നാട്? ഇത് എന്താണത്? പൊന്നിന്റെ ആട. അപ്പുറത്ത് നമുക്ക് പോകണ്ട. നമ്മളെന്താ ഇങ്ങോട്ട് പോന്നേ? നമ്മൾ വീടിന്റെ വിടുന്നത്. അതാണോ നീ? ബന്നൻ. എന്താണ് പറയണേ? ഭാഗവർ. ആ അതാണോ നീ? അതാണ് ഞാൻ. നീ നിനക്ക് ഫുൾ ടേക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ? ശരി. ആരും പറഞ്ഞ മനസ്സിലാവത്തില്ല. എല്ലാരും വിചാരം ഞാൻ വീട്ടില് ഭയങ്കര ഫണ്ണല്ല. ആരോട് പറഞ്ഞു മനസ്സിലാക്കി. ഇവള് കാണുന്നില്ലേ? ഇവള് ഫണ്ണായിട്ട് വരും. ഞാൻ നമുക്ക് എന്തായാലും ഓക്കെ ബൈ. നമ്മൾ ബാക്ക് യാർഡിലെത്തി. ഇതാണ് പരിചയപ്പെടുത്ത്. ഇതാണ് പുള്ളിയെ പരിചയപ്പെടുത്താൻ. ഇതാണ് വൺ ആൻഡ് ഓൺലി അൽതാഫ് ബ്രോ, നമ്മുടെ സിറ്റ ഫ്രഷിന്റെ ഫൗണ്ടർ. നൈസ് ടു മീറ്റ് യു. ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലേ? ആ ഓക്കെ സുബിനെവിടെ? ബിസിയായ മാൻ. ഫ്ലൈയിങ്ങോട് ഫ്ലൈയിങ്. അതെവളാണ് കേട്ടോ. ഫ്ലൈയിങ്ങോട് ഫ്ലൈയിങ്. മറ്റേ ആ വിശ്വരൂപം കാണ്. അടുത്തതായി ബാബുസ്വാമിയുടെ മക്കളുടെ ഇൻട്രോ. ലുക്കല്ലേ ഗൈസ്, ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതെ, അംബിസ്വാമിയുടെ മക്കൾ. എന്തിനാണ്? ജസ്റ്റ് മിസ്സായിരുന്നു. നൊമാഡിയും ഞങ്ങളടുത്ത് ചോദിച്ചിട്ട് ഡയലോഗ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ മനസ്സിലായാലോ മറ്റേ ഡയലോഗ് എവിടെ നിന്നാണ് പറഞ്ഞതെന്ന്? എന്തൊരു ഡയലോഗ്? സ്ലിപ്പായ ഡയലോഗോട് പറഞ്ഞിരുന്നേ. സ്ലിപ്പായ ഡയലോഗ് മാത്രം അഭിനയിക്കാൻ പറഞ്ഞ ഓവറായി ചളാകുന്ന ആളെ നമ്മുടെ ഉണ്ട്. ഓവറാക്കൂലേ നമ്മള്? ഓവറാക്കൂലേ? ഹലോ, ടേസ്റ്റ് ചെയ്യണ്ടേ നമുക്ക്? നമ്മൾ ഉണ്ടാക്കിയ പായസം അല്ലാതെ കേൾക്കുന്നുണ്ടോ? ചുംബൻ എന്നോട് പറഞ്ഞേ വെറുതെ ഇടങ്ങാറാക്കണ്ട. ഏത് ഭാഷ? ഞങ്ങൾ ആരെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ബാബുസ്വാമിയുടെ മക്കളാണ്. ബാബുസ്വാമി. ഇത് മൂത്ത നൃത്തം ചെയ്യും. ഇവനെയാണ് നമ്മുടെ വാപ്പാശ അച്ഛൻ. ഇവനെയാണ് നമ്മുടെ അച്ഛൻ കൂടുതൽ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശേത്താനെ കൊണ്ട് തോറ്റി. ഡാൻസ് കളിച്ചേ, ചുമ്പ ഡാൻസ് കളിച്ചോണ്ട് പെട്ടെന്ന് സാധനം എടുക്കാം. എന്റെ അച്ഛൻ എന്നെ ഫ്ലൂട്ട് പഠിപ്പിക്കാൻ 4 മണിക്ക് എടുക്കാൻ പറഞ്ഞ സാധനം 6 മണിയായി. ഞാൻ ഫ്ലൂട്ടിന്റെ ആളാ. എന്നെ ഫ്ലൂട്ട് പഠിപ്പിക്കാൻ ക്യാരക്ടർ മാറല്ലേ? പൈസ കുടിക്കാൻ വേണ്ടി വന്നതാണ്. തുറ ഭാഷയായ വന്നേ. നമ്മള് പായസം കുടിക്കാൻ വന്നേണ് കേട്ടാ. നമ്പൂതിരി അല്ലത്. പറഞ്ഞില്ലേ ഒന്നും ശരിയല്ല. ഇബിലീസേ കേറ്. അംബിസ്വാമി അല്ല ഞങ്ങളാണ്. അല്ല ഒറിജിനലി. ഹലോ ഞങ്ങള് ചെറിയ യൂട്യൂബേഴ്സ്. നിങ്ങളുടെ പായസം കുടിക്കാൻ വേണ്ടി നമ്മൾ അമേരിക്കയിൽ ഇറങ്ങിയതാണ്. അമേരിക്കയിലല്ല, ചെഗുവേര, റഷ്യ. അതുപോലെ അറിഞ്ഞൂടാ. റഷ്യ ആയിരുന്നാ? പിന്നെ ഞാൻ അമേരിക്കയിലല്ലേ? ക്യൂബയാണ്. കൺഫ്യൂഷൻ ആയി. ക്യൂബ. സോറി, കട്ട് ചെയ്യണം കേട്ടോ ഈ സാധനം.
ഇതാണ് നമ്മുടെ സലീംകുമാർ പറഞ്ഞ കലവറ നിലവറ കലവറ കലവറ രാവിലെ 4 മണിക്ക് കയറും ഇതൊക്കെ ചെയ്യാൻ. നിങ്ങളാ? അയ്യോ ആ ശരി. ഇത് പായസമാണോ? അതെ പായസം. പായസം, പൈനാപ്പിൾ പായസം. ഇത് പൈനാപ്പിൾ പായസം. ഇത് പൈനാപ്പിൾ അല്ലേ? ഇത് ചക്ക. ചക്ക ആ നല്ല ചക്ക മണം. 10 തരം പായസം. നോക്കുക ഇത് രാവിലെ ഇങ്ങനെ കുറുകി ഒരു 6 മണിക്കൂർ. ഒരു കാര്യം പറയാനുണ്ട്, ആ, പറയൂ. 16 തരം വെറൈറ്റി പായസം. എടാ പറയാ മര്യാദക്ക് പറയടാ. 16 തരം വെറൈറ്റി പായസം കുടിച്ചിട്ടോ നിങ്ങൾ? കുടിക്കണമെങ്കിൽ എവിടെ വരണം? ഇന്ത്യ ഫ്രഷിൽ വരണം. ഏബിയൻ ഓ, ഇത് പക്ഷേ ഒരു നല്ല മണം. വെരി നൈസ്. ചക്കേര മണം ഗൈസ്. ഒരു വെറൈറ്റി പായസം പരിചയപ്പെടുത്തണോ? നമ്മുടെ അമ്പിസാമിയുടെ മക്കൾ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി പായസം. എന്താ? ഇതാണ് ഇളനീർ പായസം. നിങ്ങൾ പവർ പായസം എന്ന് പറയാം. അതെ, നല്ല പവർ വെച്ച് ഇളക്കണം അല്ലേ? നല്ല പവർ കൊടുക്കുന്നുണ്ട് ഇളക്കാൻ. അടി അങ്ങോട്ട് പിടിക്കാതെ ഇളക്കുക. ലാംഗ്വേജ് മാറി. ലാംഗ്വേജ് പറയും. കുറച്ച് നാള് കൊച്ചിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലേ അതെ. നമ്മ കറക്റ്റ് പങ്കായം പിടിച്ച കൈയാണിത്. സീനാണ് ഒറ്റയടി. ബ്രോ. സീനാണ് ബ്രോ. ഭാഷ മാറിപ്പോന്ന്. ഇതാണ് ഇളനീർ പായസം. ഇനിയുണ്ട് പായസം, പരിചയപ്പെടുത്താം. ഇതാണ് പൈനാപ്പിൾ പായസം. പൈനാപ്പിൾ പായസം അല്ല, അത് പൈനാപ്പിൾ പുഴിഞ്ഞാ വെച്ചേക്കുന്നത്. നീ പറ പായസം എന്ന് പറ. ഇമ്പോർട്ട് ചെയ്ത നല്ല വരിക്ക ചക്കയല്ലേ ഇത്? ഇവിടെ ചക്കയോ വരിക്ക ചക്കയോ? പുള്ളി പറഞ്ഞു ഷാരോത്ത ചക്കയാണെന്ന്. ഗൈസ്, ഇനിയാണ് നമ്മളുടെ ഫേവറേറ്റ് പരിപാടി, അതായത് ടെസ്റ്റിംഗ്. എന്തോ BMW ഷോറൂം ആടെ 1 2 3 BMW. പുള്ളിയുടെ വണ്ടിയാന്ന് തോന്നുന്നു. നമ്മളെ ടെസ്റ്റിംഗ്. ഇനി കിടക്ക സാധനം ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. പായസം, പൈനാപ്പിൾ പായസം, കരടി പായസം. കരടി പായസം മഞ്ഞ മുടിയായിട്ട് കിടക്കണ. അടുത്ത ഏതാ കളറ്? അടുത്ത ഇതാ ബ്രൗൺ അടിക്കുമ്പോ. ബ്രൗണോ? ബ്ലാക്ക്? ആ ബ്ലാക്ക് എങ്ങനെ അടിച്ചത്? ഏത്? അന്ന് നീ ഒരു സ്റ്റോറി ഇട്ടിരുന്ന ബ്ലാക്ക് വേറെ പഴയതാ. ആ പഴയതാ. ബ്ലാക്ക് അടിയട്ടെ, കുറെ നാളായി. എന്നാ ബ്ലാക്ക് അടിക്കാം. നാളെ ബ്ലാക്ക് അടിക്കാം. ഇതാണ് കടയല്ലേ? ഇതാണ് ഗൈസ് ഇന്ത്യ ഫ്രഷിന്റെ കട, ഷാർജയില്. ആ ഇതാണല്ലേ അവിയൽ പായസം. ഞാൻ വായിക്കാൻ പറഞ്ഞത് അവൽ പായസം, സേമിയ പായസം വിത്ത് റവ പായസം, അമ്പലപ്പുഴ പാൽ പായസം, മുല്ലയാരി പായസം, ഗോതമ്പ് പായസം, മുല്ലരി പായസം, എരിമുരി പായസം, അടപ്രഥമൻ, പരിപ്പ് പായസം. അത് പേരില്ലാത്ത എന്തൊരു സാധനം. ഇത്രയും സാധനമുണ്ട്. വെറൈറ്റി ഉണ്ടോ? വെറൈറ്റി കസ്റ്റാർഡ് ആപ്പിൾ ആൻഡ് ലിച്ചി പായസം, കറുപ്പട്ടി പായസം, കരുപ്പട്ടി പായസം. കറുപ്പട്ടി അല്ല, കരിപ്പട്ടി. ശരി കരിപ്പെട്ടി, കരിപ്പട്ടി പായസം, സാഫ്രോൺ പായസം, ബട്ടർ പായസം, ബേൺ ബട്ടർ പായസം, ഓഹോ മേളി അജുവ. പല സാധനങ്ങളുണ്ട്. നല്ല വെറൈറ്റി കേട്ടോ. ഇളനീർ പായസം, ഇളനീർ പായസം. എനിക്ക് ബേൺട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതിന് എന്നെ അതിന് നമുക്കിന്ന് ഗൈസ് ഈ പായസമൊക്കെ ലിമിറ്റഡ് ടൈം ആണ് കേട്ടോ. ഇളനീർ, പാലട, ഇതുണ്ട് ഗാജർക്ക സേവൈ, കസ്റ്റേർഡ് ആപ്പിൾ വിത്ത് ലിച്ചി, ബ്രാൻഡ് ബട്ടർ പായസം. ഇതിനുള്ള സാധനം ഇടയ്ക്ക് വരുന്നുണ്ട്. ആ മോളു ഇന്ന പിടിച്ചോ. നല്ല ഗാജർക്ക സ്വാമി, ഗാജർക്ക സേവരി. രേഷ്മന്തജനം ഇന്ന പിടിക്ക ഗാജർക്ക സേവൈ. അത് ഞാൻ കേട്ടില്ല. ഗൈസ് ഇവിടെ ഫുൾ കൗണ്ടറോട് കൗണ്ടർ. കുടിച്ചോടും പറയാം അല്ലേ? നല്ല ബേൺക പായസം. എന്താണ് കുടിക്കുന്നത്? വെറൈറ്റി ആണോ? നല്ല ബേൺട്ട് പായസം. അടിക്ക് പിടിച്ചാണോ? ആ അതെ. കുടിച്ചു നോക്കിട്ട് പറയാം. ടേസ്റ്റ് അടിക്കൂ. അത്രയ്ക്ക് അടിക്ക് പിടിച്ചില്ല. മധുരം കുറവാ. അടിക്ക് പിടിച്ചിട്ടില്ല. അണപ്പല്ലിന് 2 എണ്ണം ഇല്ല. മകള് കണ്ടു. മധുരം കുറവാ. കൊള്ളാം. പക്ഷെ ഇതെന്താണ് ഡിഫറൻസ്? ചിൽഡായ ഫ്ലേവർ അറിയില്ല. ആ അതാണ് സംഭവം. എടേ ഈ ഗാജർക്ക ഹലുവ പായസം കൊള്ളാം കേട്ടോ. അത് നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് വെറുതെ അടിപൊളി. ഗാജർക്ക ഹലുവ അടിപൊളി. അതാണ് കാതൊക്കെ പിടിക്കും. അവർക്ക് അടിപൊളി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോ ഫേവറേറ്റ് പറയാം. ആരും വലിഞ്ഞു സത്യം അവർക്ക് സൂപ്പർ. അമ്പിസ്വാമി ഉണ്ടാക്കിയ കാതുർക്കയുടെ പായസം സൂപ്പർ. ഇത് അടപ്രഥമൻ. ഓ മൈ ഗോഡ്. രേഷ്മ ഒരു കാര്യം ചെയ്യോ? അന്നത്തെ പോലെ രേഷ്മ എല്ലാം തുറന്നിട്ട് വന്ന് പായസം പറയാമോ? ഇത് ഇന്ന പായസത്തിന്റെ പായസം ഒന്ന് അത് വീട്ടിൽ കട്ടി കാണാം. മനസ്സിലായോ? നോളിൽ പോകുമ്പോഴേ ഓരോ പായസം ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് രേഷ്മ പറഞ്ഞു പോകും. ഇതിന്ന പായസം ഇന്ന പായസം ഇന്ന പായസം. മുതി കയറും കേട്ടോ. അതിനകത്ത് അൽഷസാമിലി സീക്രട്ടൊക്കെ. അടപ്രഥമൻ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളിയില്ല. കൊള്ളാല്ലേ?
അത് എരിയ ഇവിടെ എരിപൊരി വൃത്തിയായിട്ട് പറ. പരിപ്പ് പ്രണവും എരിപൊരിന്ന് വൃത്തിയായിട്ട് പറ. എരിപൊരിന്ന് വൃത്തിയായിട്ട് പറ, അക്ഷരം മാറാതെ. എരിപ്പോയി വിശ്വാസമില്ലൊന്നും കുഴപ്പമില്ല. മെയിൻ ആയിട്ട് വേണം നിങ്ങളുടെ അമ്പലപ്പുഴ പച്ചമുളകോ? നിങ്ങൾ വന്ന് ഇവിടുത്തെ എല്ലാ പായസം ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയും. അത് എരിയാടാ എരി ഉണ്ടോ ഈ കിടപ്പ് ഇങ്ങനെ എടാ എരി എടാ കീച്ച സാധനം ഇത് ഫസ്റ്റ് നോട്ട് എന്താണെന്നറിയോ? പച്ചമുളകിന്റെ ടേസ്റ്റ് ഫസ്റ്റ് നോട്ട് വന്നത്. കറക്റ്റ്. ആ ഒരു പച്ചമുളക് കഷ്ണം കടിച്ചോണ്ട ഇങ്ങനൊരു കാര്യം സത്യം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എരി പോയി അതിനകത്ത് എല്ലാ ഫ്ലേവറും വരുന്നുണ്ട്, മിക്സ്ഡ് ഫ്ലേവർ. ചെറിയൊരു എരി ഉണ്ട് കേട്ടോ. എരി പറഞ്ഞ കറക്റ്റ് ചെറുതായിട്ട് ലൈറ്റ് കേട്ടോ. വെറൈറ്റി സാധനം വെറൈറ്റി നമ്മളിപ്പോ എവിടെ അറിയോ? പായസക്കടയിൽ ആരുണ്ടാക്കിയ പായസം കുടിക്കാൻ വന്നേ അറിയോ? അമ്പിസ്വാമി. ഒരു ഗസ് പറയാം. അത് അമ്പിയല്ലേ? ഇസ്ലാമിയുടെ പായസം. പുള്ളി കുടുംബമുണ്ട് പുള്ളി കൊടുക്കുന്നു. കണ്ടില്ലെന്ത് ഉണ്ട്. അടാ അത് പടത്തിലുണ്ട്. ഒരു കഷണ്ടി ഇടും. തെറ്റിപ്പോയി. ഇതെന്താ ഇല ബോഡി ഞാൻ ഇലയുടെ പായസം കുടിക്കുന്ന എപ്പോഴും ഒതന്റിസിറ്റിയിലായിരിക്കും. ഒതന്റിസിറ്റി. ഞാൻ വിചാരിച്ച ഇലയുടെ ഉണ്ടാക്കാൻ പോകുന്നു. ഏതാ ഇല വെച്ചുള്ള പായസം ഉണ്ട്, വേണമെങ്കിൽ അവരുണ്ടാക്കി തരും. പരീക്ഷണങ്ങളുടെ മിടുക്കനാണ് അമ്പിസ്വാമി. എന്ത് കിട്ടിയാലും പുള്ളി പായസം ഉണ്ടാക്കും. സാധനം കിട്ടിക്കോ, പഴം കിട്ടി, പായസം അടിക്കാൻ ഫ്രഷ് പഴം. നല്ല ബൗളി. നീ ബാറ്റി നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോ ഇങ്ങനെ പായസം കുടിച്ച നോർമലി ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നറിയോ? ഒരു മന്തി മേടിക്കും, ഷെയർ ചെയ്യും. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ബൗളി കഴിക്കും, ഒരു 4 ബൗളി മേടിക്കും, പായസം മിക്സിൽ കഴിക്കും. ഇലയില് പായസം കാണുമ്പോഴത്തേക്ക് വെപ്രാണോ? ഇത് അടപ്രഥമനാണ്. അടപ്രഥമാണോ? അടപ്പവനായിരുന്നു, കണ്ടിട്ട് മനസ്സിലായില്ല. അമ്പലപ്പുഴ വേണോ? അമ്പലപ്പുഴ സേമിയം വേണം. സേമിയ ഉണ്ടോ? അല്ല, ഇതാണ് ക്ലാസിക് ഒതന്റിസിറ്റി. ഇല്ല, ഇതാണ് ഒതന്റിസിറ്റി. മതിയേ ഷോർട്ട് ഇട്ടില്ലേ? ടീസറിൽ വെച്ച നല്ല തണുത്ത പഴം. ഇതാ, പഴം കിട്ടി, പായസം അടിക്കാൻ ഫ്രഷ് പഴം. ഫ്രീസറിൽ വെച്ചെന്താ പഴു? Subinology 5 days in Thailand. അടിപൊളി സാധനം. അതന്നെ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ അറിയാം, നല്ല തറവാടിയാണ്. അത് പറയാനുള്ള തറവാടി ആരെങ്കിലും അത്യാവശ്യം അറിയുന്ന മനുഷ്യനാ. തോന്നായിരുന്നു. ഇതാ നിങ്ങളുടെ ഫേവറേറ്റ് സേമിയ കൊണ്ട് കഴിച്ചു വേണ്ട സ്റ്റൈലിൽ. അല്ലടാ സേമിയും പഴവും. പഴം എടുത്തോണെങ്കിൽ ഓ പായസവും ബോളിയും ഒക്കെ തീർന്നു. ഡിന്നർ സെറ്റായി. വയറ് നിറഞ്ഞു. എന്നാ പിന്നെ പോവാ അല്ലേ? പിന്നെ വേറെ കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് മടുക്കുന്നെങ്കിൽ അച്ചാർ തൊട്ട് നക്കിയാണ് ആ മടുപ്പങ്ങ് ഗൈസ്, മീൻ കഴിക്കാനായി നമ്മൾ വന്നിരിക്കുന്നു തബക്കൽ ഹെജാസ് അൽ റാക്കി. ഇവന്റെ ഫേവറേറ്റ് മീൻ കടയാണ്. ഗയ്സ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് എവർ. ഭയങ്കര ഇടയിലാണ് പറയണല്ല സൊള്ള തന്നെ. വണ്ടിയൊക്കെ വരണ്ടായി. ഇത് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ 6 മൊബൈലാണ്. അത് വണ്ടിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഭയങ്കര തള്ളാണ് തള്ളിയേക്കണ. സോ ലെറ്റ്സ് ഹാവ് ദ ഫുഡ് ഫ്രം തബക്കൽ ഇജാസെ. നമ്മളെ ഫസ്റ്റ് ടൈം അല്ലേ? എന്റെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഇൻ തബക്കൽ ഇജാസ. ദ മോസ്റ്റ് ഹൈപ്പ്. എല്ലാവരും രണ്ടാമത്തേല് ഏറ്റവും നല്ല ഫിഷ് നിങ്ങൾ ഇവിടുത്തെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം എന്ന് വരെ ചോദിച്ചു. ഞാനും ഫിഷ് ഫാനാണ്. പക്ഷേ ഇത് ഗൈസ്, എനിക്ക് ഇവിടുന്ന് ഇൻട്രോ വന്നെടുക്കാം അല്ലേ? എന്തോ ഇൻട്രോ എടുക്കാൻ പോവാ. എന്തായാലും എടുക്കാൻ പോവാ. നീ ഇവിടെ ചെയ്തിട്ടുള്ളൂ? ഇല്ല, ഫസ്റ്റ് ടൈം. നീ കഴിച്ചിട്ടില്ല ഇവിടുന്ന്? സ്ഥിരം കഴിക്കുന്നത് മെനങ്ങാന്ന് കഴിച്ചു വിടുന്നു. പിന്നെന്തോ പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല ഇതുവരെ. ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയും തബക്കൽ ഇജാസയാണ് ടോപ്പ്. അത് ഉറപ്പാണ്. എനിക്ക് സുബിനോളജി ടോപ്പ് എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടും. ഏത് പട്ടി? അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നീ എന്റെ കയ്യിലല്ല, എഡിറ്റർ മാറി. മറ്റേ ഞാൻ കട്ടെങ്കിലും ചെയ്യായിരുന്നു. ഒന്നും കട്ടത് എല്ലാവർക്കും അറിയാം. അവരുടെ ആ ഒരു സീൻ സാധനം അത്. പറയാൻ പറഞ്ഞത് ഫുഡ് ബ്ലോഗിന്റെ തലപതി, ഫുഡ് ബ്ലോഗിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന സുബിനോളജി ഇവിടുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ കഴിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. ഓളജി ആണെങ്കിലും എന്തൊരോളജി ആണെങ്കിലും അതുപോലെ കഴിക്കാൻ പോകുന്നത് തബക്കൽ ഇജാസിലെ ഫിഷ്. നീ ഇവിടെ കഴിച്ചിട്ടുണ്ടോ? അടിപൊളിയാ.
ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഇന്ന് പറയാം. ഒരാൾ വെള്ളത്തിലും തന്നെ പിന്നെ ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ല. വീഡിയോ ഇടണം, മസ്റ്റായിട്ട് ഇടണം കേട്ടോ. നീ ഇത് എയർ ഡ്രോപ്പ് ചെയ്യുന്നു. ഗൈസ് മീൻ വന്നു, ഗൈസ് മീൻ. എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ പറ. കണ്ടിട്ട് നല്ല ഏരിയ കൊണ്ടെന്നാണ് തോന്നുന്നത്. നല്ല ചില്ലി ഫ്ലേക്സ് ഒക്കെ കിടന്നു. സാധനം വന്നു. ഓക്കെ, ഐ ആം റെഡി. ലുക്ക് പരമായിട്ട് ഇതൊരു പൊട്ടാറ്റോ It's a very strong, pungent, പൊട്ടാറ്റോ ഒക്കെ ഇരിക്കണം. you know, pungent റൈസ് വന്നു ഗൈസ്. ഈ സാധനം അറിയോ? എണ്ണ butter. ഇതാണ് എണ്ണ ഒട്ടകത്തിന്റെ നെയ്. ഒട്ടക നെയ്യാണ് പറയുന്നത്. ക്യാമൽ ഗീ. ശരിക്കും ശരിക്കും Vega, alhamdulillah. ഓക്കെ അയച്ചോ. ഏതാണ്? ഗൈസ് ഫിഷ്. Okay. ഭയങ്കര ചൂടാ. ഇതാണ് ഇവരുടെ മീൻ. കണ്ടോ? പിന്നെന്തോന്നത്? ചിക്കന്. ഇതാണ് അവരെ മീൻ പൊരി. ഇത് നല്ല ചൂടാണ് കേട്ടോ. മൈക്ക് എവിടെ മൈക്ക്? ഇവിടെ ഭയങ്കര ചൂട്, ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അതൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞപ്പോ എല്ലാം കൂടെ പൊള്ളു. അങ്ങനെ കഴിച്ചാ ഇഷ്ടം. എന്നാ വാങ്ങിട്ട് എന്തോ വെച്ചു. ഇത് കടിക്കോടെ ഇടയ്ക്കിടയ്ക്ക് ഇതിലാണെങ്കിലും അതിന്റെ ഇത് accept ചെയ്താ? നിങ്ങൾ ഒന്നുകൂടെ വെച്ചോ. Okay. ഞാൻ കഴിക്കട്ടെ. This is the item. ഇതാണ് ഐറ്റം. അടിപ്പം മസാല കേട്ടാ. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്നാ സുബിനോളജി തല കുലുക്കി മക്കളെ. Wait, ഞാൻ പറയാം വെയിറ്റ് ചെയ്യും. ഓ, ഒന്ന് വെയിറ്റ് ചെയ്യണം. ബെൽറ്റ് ഒന്നും ഞാൻ പറയില്ല, അത് പ്രതീക്ഷിക്കണ്ട. നല്ല സാധനമാണ്, അടിപൊളി. നല്ല സാധനമാണ്. നല്ല മസാല രക്ഷയില്ല. നല്ല എരിയും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മനസ്സമായിട്ടൊന്ന് കഴിച്ചോട്ടെ. ഈ ഒട്ടകത്തിന്റെ നെയ് ഇങ്ങോട്ട് ഇടണം. ഓക്കെ, എന്നിട്ട് സുബിനോളജി കുഴയ്ക്കുന്ന പോലെ ഈ ചോറൊന്ന് കുഴക്കണം. മീനിന്റെ ചെറിയ പീസ് എടുത്തിടണം. പിന്നെ ഈ വീണ്ടും കുഴക്കണം. ഇതൊക്കെ കുഴച്ചിട്ട് സുബിനോളജി കഴിക്കുന്ന പോലെ ഇങ്ങനെയല്ല കഴിക്കണം. കഴിച്ചോ. കഴിക്കാൻ ഒന്നുമില്ല, കിടിലം. സൂപ്പർ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എന്നുണ്ടടി? അറിയാല്ലേ, സൂപ്പർ ആട്ടാ. കൊള്ളാം, നീ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി വരുമ്പോഴും നീ ഒരു ഫോട്ടോ എടുത്തോ. പേരെന്താ ബ്രോ? റിഹാൻ. അതാ ഇതാണ് എന്റെ ഓണർ, മാനേജറാ. ബ്രോന്റെ പേര് ഫാരിസ്. ഫോട്ടോ എടുക്കാം, ഫോട്ടോ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ തബക്കലേഴ്സിൽ വന്നു. ഇവരുടെ ആ ഒരു ഫിഷ് കഴിച്ചു. സൂപ്പർ പെൻഡാബിൾസ് ഒന്നും പറയാലടാ. ശരിയും കൊള്ളാം കേട്ടോ, അടിപൊളി. തബക്കൽ ഇജാസി ഹാസ് മൈ ഹാർട്ട്. വെരി നൈസ്. നീ മൊബൈലിൽ വന്നാൽ നമുക്ക് ഇവിടെ അതെ. ഐ ലൈക്ക് ഇറ്റ്. പുള്ളില്ലേ? യെസ്. അപ്പൊ ബൈ 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 ബൈ. See you on നിങ്ങളും next കാറ്റോ. episode. യെസ്മാ. അപ്പൊ എന്ന് പറഞ്ഞോണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ഇനി നേരെ വീട്ടിലോട്ട് പോകുന്നു. അതിന് നാളെ ബിരിയാണി പരിപാടിയുണ്ട്. സോ മൈൻഡ് ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല. നമ്മളെ യാസർ വരുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ എടുക്കും. യാസർ വരുന്നുണ്ട്. സോ യാ എന്ന് പറഞ്ഞോണ്ട് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്, ബൈ.